ഈ വചനമാണ് ജീവൻ. ഈ വചനമാണ് ജീവൻ. അവൻ ജീവനാകുന്ന ഈ വചനം നിങ്ങൾ കേൾക്കാതെയും അനുസരിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ജീവൻ ഉണ്ടാകും? നിങ്ങൾക്ക് ആര് ജീവൻ നൽകും? ജീവൻ നൽകുന്ന ജീവന്റെ ദാതാവായ യേശു പറയുന്നു, ഞാനാണ് ജീവൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വചനമാണ് ജീവൻ. ഈ വചനത്തെ മാറ്റിവെച്ചിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗങ്ങളിലൂടെ രക്ഷയുണ്ടെന്ന് മനുഷ്യന് അവകാശപ്പെടുമ്പോൾ ആ മനുഷ്യന് അതിനുള്ള പ്രേരണ കൊടുക്കുന്നതാരാണ്? അവൻ ഭക്ഷിക്കുന്ന വൃക്ഷം ഏതാണ്? ആ വൃക്ഷത്തിന്റെ ആ മരണമാകുന്ന വൃക്ഷത്തിന്റെ ഉറവിടം എവിടുന്ന്? ലൂസിഫറിൽ നിന്നും. അവനാണ് ഈ മരണം കൊണ്ടുവന്നിരിക്കുന്നത്. അവനാണ് ഈ പർദീസായിലായിരുന്ന ആദ്യ മാതാപിതാക്കന്മാരുടെ എടുത്തിട്ട് വന്നിട്ട് ചോദിച്ചത്, ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കരുതെന്ന്? പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീക്ക് വചനം അറിയാമായിരുന്നെങ്കിൽ അവൾ തെറ്റ് പറയുകയില്ലായിരുന്നു. അവൾ തെറ്റ് പറഞ്ഞു. അത് ഇവിടെ വായിച്ചു കേൾപ്പിക്കാൻ സമയക്കുറവുള്ളത് കൊണ്ട് നിങ്ങൾ വായിച്ച് നോക്കുക. അവൾ പറഞ്ഞു, ദൈവം പറഞ്ഞത് തൊട്ടുപോകരുതെന്ന്. ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞത് ഭക്ഷിക്കരുത്. അതായത് നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടങ്ങളിലേക്ക് പോകരുത് എന്നാണ് പറഞ്ഞത്. എൻ്റെ വചനത്തെ മാറ്റിവെച്ചിട്ട് നിങ്ങളുടേതായ താല്പര്യങ്ങളിലേക്ക് പോകരുത്. നിങ്ങൾ എപ്പോഴും എൻ്റെ വചനത്തിന് വിധേയപ്പെട്ട് ജീവിക്കണം. എന്നാൽ അതനുസരിച്ച് ജീവിക്കാതിരുന്നവൻ ലൂസിഫർ പറഞ്ഞു, ദൈവം നുണ പറയുന്നവനാണ്. നിങ്ങൾ ആ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിച്ചാൽ നിങ്ങൾ ജീവിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞു. ദൈവത്തെ പോലെയാകാൻ നോക്കിയവൻ, അതിന്റെ ശിക്ഷ അനുഭവിച്ച് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവൻ, ദൈവം തന്റെ ഛായയിലും സാദൃശ്യം സൃഷ്ടിച്ചുകൊണ്ട് ഈ ലൂസിഫറിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന അവൻ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചാൽ ലൂസിഫറിനറിയാം അവനെ നശിച്ചു പോകുമെന്ന്. അതുകൊണ്ട് നേരത്തെ തന്നെ അവൻ തന്ത്രപൂർവം ഹവ്വായെ ചതിച്ചു. ഹവ്വായോട് പറഞ്ഞു, നീ ഈ കനി ഭക്ഷിച്ചാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന്. ഹവ്വ അതനുസരിച്ചു. ആരെ അനുസരിച്ചു? ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ആ കനി ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. പിശാച് പറയുന്നു, നീ അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഒരു വശത്ത് ദൈവം പറയുന്നു, ഒരു വശത്ത് പിശാച് പറയുന്നു. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ദൈവം ഒരു മനുഷ്യന് മുമ്പിൽ നിസ്സഹായനാകുന്നത് ദൈവത്തിന്റെ വലിയ സ്നേഹത്താൽ മനുഷ്യന് സ്വതന്ത്ര മനസ്സ് കൊടുത്തു. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ്. നമ്മൾ വേദപാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, എന്തിന് ദൈവം നമ്മളെ സൃഷ്ടിച്ചു? അവിടുത്തെ അറിയുവാനും അവിടുത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ സേവിക്കുവാനും. ഈ 3 വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. അറിയാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അറിയാത്ത ദൈവത്തെ സ്നേഹിക്കാത്ത ദൈവത്തെ സേവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഇപ്പോൾ സ്നേഹമാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവിടുത്തെ സ്നേഹിക്കുവാൻ. അവിടുത്തെ സ്നേഹിക്കുന്നത് നിയമം പാലിച്ചല്ല. സ്നേഹം ഒരു തീരുമാനമാണ്. ലവ് ഈസ് എ ഡിസിഷൻ. ആ തീരുമാനം എടുക്കുന്നത് എൻ്റെ സ്വതന്ത്ര മനസ്സിലൂടെയാണ്. എനിക്ക് സ്വതന്ത്ര മനസ്സുണ്ട്. ദൈവത്തെ വിശ്വസിക്കാം, പിശാചിനെ വിശ്വസിക്കാം. ആദ്യത്തെ മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ പിശാചിനെ വിശ്വസിക്കാം, ദൈവത്തിൽ അവിശ്വസിക്കാം. അങ്ങനെ മനഃപൂർവ്വം ബോധപൂർവം തന്റെ സ്വതന്ത്ര മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ നുണയനാക്കിക്കൊണ്ട് പിശാച് പറഞ്ഞത് സത്യമാണെന്ന് കേട്ടുകൊണ്ട് പിശാച് പറഞ്ഞ അനുസരിച്ച് ജീവന്റെ വിഷം ഉപേക്ഷിച്ച് നന്മതിന്മകളുടെ വിഷത്തിലേക്ക് പോയപ്പോൾ ദൈവത്തിന്റെ വചനം അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടു. അവൻ മരിച്ചു, ആത്മാവിൽ മരിച്ചു, ദൈവത്തോട് വേർപെട്ടു. റോമാക്കാർക്ക് ലേഖനത്തില് 6-ാം അധ്യായത്തില് 16-ാമത്തെ വാക്യം വായിച്ചാല് ഈ സത്യം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ചിന്തയിൽ ഇരിക്കട്ടെ. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലയോ? ഇവിടെ
ഇവിടെ പിശാചിന്റെ വാക്ക് കേട്ട് അനുസരണമുള്ള ദാസന്മാരെ പോലെ പിശാചിന് സമർപ്പിച്ചു. പിശാച് പറഞ്ഞ വാക്കുകൾ അവർ സത്യമാണെന്ന് വിശ്വസിച്ച് ദൈവത്തിൽ അവിശ്വസിച്ചുകൊണ്ട് പിശാച് പറഞ്ഞ വാക്കുകൾ അവർ ശ്രദ്ധിച്ച് അനുസരിച്ചപ്പോൾ വചനം പറയുന്നു, നിങ്ങൾ പിശാചിനെ അനുസരിച്ചതുകൊണ്ട് അവൻ്റെ അടിമകളായിപ്പോയി, നിങ്ങൾ പാപത്തിൻ്റെ അടിമകളായിപ്പോയി. അന്നു മുതൽ പിശാചിനെ നശിപ്പിക്കാൻ വേണ്ടി, ഈ ഭൂമി പിശാച് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി, കാത്തു പാലിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ ബഹുമാനവും ദൈവത്തിൻ്റെ മഹത്വവും കൊണ്ട് മകുടമണിയിച്ച് മാലാഖമാരുടെ അകമ്പടിയോടുകൂടി ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മനുഷ്യര് മനഃപൂർവ്വം ദൈവത്തിൽ അവിശ്വസിച്ച് ജീവന്റെ വൃക്ഷമാകുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും വേർപെട്ടപ്പോൾ അവർ മരണത്തിലേക്ക് പോയി. ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയി. ആത്മാവിൽ മരിച്ചു. ദൈവത്തിൽ നിന്നും വേർപെട്ടു. അവർ പിശാചിന്റെ അടിമകളായി. അവർക്ക് ആത്മാവിന്റെ ശക്തിയില്ല, അവർക്ക് അധികാരമില്ല, അവർ പാപികളായി. അങ്ങനെയുള്ള മനുഷ്യരെ ദൈവം വന്ന് ശപിക്കുകയാണ്. ആദത്തെ ശപിച്ചു, ഹവ്വായെ ശപിച്ചു, പിശാചിനെ ശപിച്ചു, ഈ ഭൂമി ശപിച്ചു. അങ്ങനെ ശാപത്തിന്റെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യൻ, പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, മരണത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ, പിശാചിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഇന്ന് ദുരന്തങ്ങൾ അനുഭവിക്കുന്നു, രോഗങ്ങൾ അനുഭവിക്കുന്നു, കഷ്ടത അനുഭവിക്കുന്നു.